അവര് ബർത്ത്ഡേ വിഷ് ചെയ്ത് ചുങ്കുവിന് കേക്കൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇറ്റ് വാസ് സോ ഫൺ റൈറ്റ്. കാർഡൊക്കെ നെയ് റോസ്റ്റ് പറഞ്ഞു. ചമ്മന്തി മുക്കട്ടെ എരിയ കുഞ്ഞല്ലാതൊന്നും. ചേട്ടൻ ജോബിന് എല്ലാരും നമ്മുടെ ബർത്ത്ഡേക്ക് എല്ലാരും ഇവിടെ ബർത്ത്ഡേക്ക് ഹാജരായിരിക്കുകയാണ്. നമുക്ക് വലിയ ക്ഷീണമില്ല. ഇനിയിപ്പം മീനൊന്ന് സെറ്റാക്കിയാൽ മതി. കുഞ്ഞമ്മി കളർ ചെയ്യുക. കുഞ്ഞമ്മി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂശാട്ടെ ലുലുമാൾ ഗുഡ് മോർണിംഗ് ഗൈസ്. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അവർ ബാംഗ്ലൂർ എത്തി കേട്ടോ. ബാംഗ്ലൂർ എത്തി എന്നെ വിളിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫ്ലൈറ്റിൽ വെച്ച് ശുങ്കുവിൻ്റെയും അമ്മയുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചു. വീഡിയോ കിട്ടിയോന്നുള്ളത് അറിയത്തില്ല. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അഞ്ചിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കിട്ടുവാണെങ്കിൽ അയച്ചു തരുവാണെങ്കിൽ ഈ വീഡിയോ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ 5:30 ആയപ്പോൾ എഴുന്നേറ്റ്. സാധാരണ ഞാൻ 6 മണി 6:30 ആകുമ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റ്. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇങ്ങോട്ടൊന്ന്. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ട് ഇപ്പോൾ 10:30 ഇനിയിപ്പോൾ വല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. എന്താണ് ഒരുപാട് പാട് വരുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റമിൻസിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. വൈറ്റമിൻസ് ഇതിൻ്റെയൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു കാര്യം ഞാൻ കാണിച്ചില്ലല്ലോ. മമ്മിക്ക് മറ്റേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞങ്ങൾ പോയപ്പോൾ വന്നെന്ന് പറഞ്ഞല്ലേ, 2 സാധനം. യോഗമില്ല അമ്മീ, യോഗമില്ല. അപ്പം അത് വന്നു. അത് ഞാൻ വന്നപ്പോൾ ഇന്നലെ ഡോറി കിടപ്പുണ്ടായിരുന്നു. ഇനി വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, എല്ലാം സെറ്റാക്കണം. ഇവിടെ എല്ലാം ഓൾറെഡി വൃത്തിയായിട്ട് കിടന്നതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ കഴിവുണ്ടായിരുന്നു, അതെല്ലാം പറക്കിയിട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. രാവിലെ കഴിക്കട്ടെ. എന്ത് കഴിക്കണമെന്നോ എവിടെ നിന്ന് എടുക്കണമെന്നോ അറിയത്തില്ല. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇങ്ങനെ കുറേ നാളായില്ലേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ അങ്ങനെ പണിഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പം മമ്മി ഇവിടെ ഉണ്ടായിട്ട് മമ്മി ഫുൾ പരിപാടി മമ്മി തന്നെ എല്ലാം ഒരുവിധം എല്ലാം സെറ്റാക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് പോയേ വേണ്ട. അതൊരു ഇതാണ്. ഇനിയിപ്പോൾ എല്ലാം ഒന്നേന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് സെറ്റാക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റാണോ എന്താണോ, കട്ടൻ ചായയും ഷുഗറില്ലാത്ത ചായ. ബ്യൂട്ടിഫുൾ. നല്ല മഴയാട്ടോ ഇന്നലെ വൈകുന്നേരം മുതൽ. അതുകൊണ്ട് ചെടിയെല്ലാം നനയ്ക്കേണ്ടി വന്നില്ല. ഇല്ലേ മമ്മി പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. മമ്മിയുടെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. ഞാൻ മടിയനായതുകൊണ്ട് ദൈവം പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച മഴ. നല്ല രസം. കുഞ്ഞുമണി ആകെ കച്ചറയാണ്. അങ്ങ് പോയി. മമ്മി ഇതിൽ കയറാൻ പേടിയാന്ന് പറഞ്ഞത് നടന്നു പോകുന്ന കുഞ്ഞുമണി ഇതിൽ നിന്ന് ചാടാൻ നോക്കുന്നത്. ആകെ കൂടെ സീനറിയാ. മമ്മി ഇവിടെ കൊണ്ട് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞ മമ്മിയാ. എൻ്റെ അമ്മ അടപ്പ് തെറിച്ച്. കുഞ്ഞുമണി ഫ്ലൈറ്റിൽ കയറി സീറ്റ് ബെൽറ്റൊക്കെ തന്നെ ഇട്ടിരിക്കുമെന്ന് പറ. ഡാഡിയോട് പറ പോവാന്ന്. കുഞ്ഞുമി ഡാഡിയോട് പറ മിടുക്കനായിട്ടിരിക്കണേന്ന്. അമ്മയുടെ കണ്ണട. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞമ്മി മിടുക്കിയായിട്ട് കയറി. ഞാൻ ചേച്ചിമാർ വഴക്ക് പറയും അനങ്ങാണ്ടിരുന്നില്ലെങ്കിൽ. അപ്പോൾ ടാറ്റ പോവാന്ന് പറ. മതിയോ? രാത്രി
അമ്മച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. വലിയ കാര്യമായിട്ട് 12 മണിയാകുമ്പോൾ ശുംഭുവിനെ അമ്മച്ചീനെ വിഷ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞൊരു മഫിനൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചത്. ഞങ്ങൾ ആകാശത്ത് ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാ. ചീറ്റി പോയി. ശുംഭു ഉറങ്ങിപ്പോയി, അമ്മച്ചി ഉറങ്ങിപ്പോയി, കുഞ്ഞമ്മി ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശുംഭു എഴുന്നേറ്റ് കഴിയുമ്പോൾ നാളെ രാവിലെ കേക്ക്, കുഞ്ഞു കേക്കാണ്, മഫിൻ കേക്ക് മേടിച്ച് വെച്ചിട്ട് കൂട്ടിക്കാന്ന് പറഞ്ഞു. ഓൾറെഡി വീട്ടിൽ നിന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് വന്നു. കുഞ്ഞമ്മി ഉറങ്ങും. ശുംഭുച്ചിനടുത്ത് ഭയങ്കരമാണല്ലോ ടി വി. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് രാവിലെ കുഞ്ഞമ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുഞ്ഞുമണിക്ക് പൊറോട്ടയും പനീറും കുഞ്ഞുമ്മി ആണെങ്കിൽ ഇതാണ്ട് ജാമ് തിന്നുന്ന. കുഞ്ഞുമ്മി ഇന്നത്തെ ദിവസം ആകെ കഴിച്ചേക്കുന്ന ഏതാണ്? കളർ ഇതെന്താ കുഞ്ഞുമ്മി? ഇതെന്താ സാധനം? ഇതെന്താ കുഞ്ഞുമ്മി? ഇതെന്തുവാ? കുഞ്ഞുമ്മി കളർ ചെയ്യുക. കുഞ്ഞുമ്മി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂശാട്ടിയ. കുഞ്ഞുമ്മേൻ്റെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. കുഞ്ഞുമ്മി അത് അടച്ചു വെക്ക്, എന്നിട്ട് വേണം അടുത്തെടുക്കാൻ. അടുത്തെടുക്കാൻ പോയേക്കാണ്. ഓക്കെ, താങ്ക് യു. ക്യാപ്പ് അമ്മയുടെ കയ്ത്താ. ശുംഭുനും മമ്മിക്കും ബർത്ത്ഡേ ആയിട്ട് ഇവരുടെ വക ഒരു കേക്കും ഒരു കാർഡും കിട്ടിയിട്ടുണ്ട്. We are gonna celebrate. ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നു. ഇവിടെ ഫുൾ എയർ ഇന്ത്യ സ്റ്റാഫ് നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഗേറ്റ് നമ്പർ ബഗ്ഗിയിൽ പോവാ. ബഗ്ഗി ടാറ്റാ. ഹലോ, അഭിനയിക്കുന്നോ? സെൽദോ നിന്നെ സിനിമ എടുത്തടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുഞ്ഞമ്മ എവിടെ പോണേ? ബഗ്ഗിയില് ഗേറ്റിൽ പോവാ. നടന്ന് ഞങ്ങൾ മടുത്ത് ഇല്ല. താത്ത പോവാ. താത്ത പറ, ഹായ് പറ. ഇവിടെ ഫോണേ ഹായ് പറ. ശുംഭു ബാക്കിൽ ഇവിടെ വന്ന് പുട്ടടിക്കാൻ റെഡി ആയിട്ടിരിക്കും. എന്ത് ശുംഭു ഓർഡർ ചെയ്തേ? അതെ തന്നെ. കുഞ്ഞുമ്മയ്ക്ക് ശുംഭു ഇവിടെ വെയിറ്റിങ്ങിലാണ് ബർഗറിന് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് നല്ലോണം ടയേർഡായി. കുഞ്ഞുമണിക്ക് ചിക്കൻ നഗറ്റ്സും അമ്മച്ചിൻ്റെയും കൂടെയും കൂടി വാങ്ങി. എയർപോർട്ടിൽ നിന്ന് വാങ്ങി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങുന്ന പരിപാടിയില്ലല്ലോ. പിള്ളേർക്ക് വിശക്കരുതല്ലോ. പിള്ളേർക്ക് അമ്മച്ചയ്ക്കും വിശക്കരുത്. അതുകൊണ്ട് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ സെറ്റായിട്ട് ഇപ്പോൾ പോവും അല്ലേ? ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂർ. ഡാർക്ക് ചോക്ലേറ്റ്. അവർ ബർത്ത്ഡേ വിഷ് ചെയ്ത് ശുംഭുവിന് കേക്കൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത്. ഇറ്റ് വാസ് സോ ഫൺ റൈറ്റ്? കാർഡൊക്കെ എഴുതി തന്നെ. കാർഡ് ബാഗിൽ വെച്ചിട്ടുണ്ടമ്മി. അതിട്ടു വരട്ടല്ലേ. കുഞ്ഞമ്മി നഗറ്റ്സ് കഴിക്കുന്നത്. ഫ്ലൈറ്റൊക്കെ നോക്കിയിരിക്കുകയാണ്. എയർ ഇന്ത്യ. ഇതാണ് ഇവിടെ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. അറിഞ്ഞുവിടാം തോന്നുന്നു. മതിയോ? കുഞ്ഞുമണി പോകുന്നേ. കുഞ്ഞുമണി ചാറ്റ പോകുന്നേ. ശുംഭു നേരെയാക്ക്. ശുംഭു ചെയർ നേരെയാക്ക. എന്തമ്മാ ചെവി വേനിക്കുന്നോ? വലിയ പ്ലെയിനാണോ? അയ്യോ, ആടുന്നടേ ആടുന്നു.
ഞങ്ങള് ഫൈനലി കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മള് അവിടെ പോകുന്നു. അമ്മമ്മേൻ്റെ അടുത്ത് കാണാം. അത് തന്നെ, അമ്മമ്മ അപ്പായനൊക്കെ കാണാൻ പോവുക. കുഞ്ഞുമണി ഇത് കൂടെ ഓടി കളിക്കുന്നു. ഞങ്ങളൊന്ന് ഫ്രഷായി പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിരുന്നു മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങള് ഫൈനലി കൊച്ചിൻ ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നു. ഞങ്ങളെ വിളിക്കാൻ വന്ന മൊയലാളി ഇവിടെ ഇരിക്കുന്നു. ഇന്നലെ മൊയലാളി എടുത്ത് വിളിച്ചു പറഞ്ഞു 4 വലിയ പെട്ടി 3 ചെറിയ പെട്ടി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വലിയ വണ്ടി കൊണ്ട് വരണം. മൊയലാളി കുപ്പിരി വണ്ടി കൊണ്ട് വന്നിട്ട് കുത്തി നിറച്ച് വെച്ചേക്കുവാ. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര വലിയ ബുദ്ധി? അയ്യോ, കുഞ്ഞുമണി ഇവിടെ കലിപ്പിലാണ്, കട്ടക്കലിപ്പ്. കുഞ്ഞുമണി കാണിക്കാം. ഞാനും കുഞ്ഞുമണിയും പാവം ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന കുഞ്ഞുമണി എന്റെ വണ്ടിയിൽ ഫ്രണ്ടിലിരിക്കുന്നു. അടിച്ചില്ല ഇതുവരെ. അങ്ങോട്ടാ പോണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തിയതാണ്. ദീപണ്ണ ഇരിക്കുന്നുണ്ടല്ലേ, പൂച്ച ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. ദീപണ്ണ പേടിച്ചു വരുന്നേ. ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കടയിൽ നിർത്തിയതാണ്. ശുങ്കു നാരങ്ങ വെള്ളമൊക്കെ പറഞ്ഞ്, കുഞ്ഞുമ്മിക്ക് നാരങ്ങ വെള്ളം പറഞ്ഞ് ഞങ്ങൾ ദാണ്ട് ഇവിടെ ഇരിക്കുന്നു. ഒരു നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സാമ്പാർ, വട, ചായ, എനിക്ക് നെയ് റോസ്റ്റ് പറഞ്ഞു. ചമ്മന്തി മുക്കട്ടെ എരിയ കുഞ്ഞല്ലാതെ തിന്നും. നെയ് റോസ്റ്റ്. കുഞ്ഞുമ്മയൊക്കെ തളർന്നു പോയേ, വയ്യാണ്ടായി. അങ്ങനെ ഫൈനലി നമ്മൾ ലുലുമാടിൽ എത്തിയിരിക്കുന്നു. ലുലുമാടിൽ പതുക്കെ പതിയെ മോനെ. അതെ അമ്മമ്മ വന്നി, അതെ അമ്മ വന്നി. അമ്മ തുറക്കട്ടെ. അയ്യോ പതുക്കെ അതെ അമ്മമ്മ വന്ന്. അമ്മമ്മ വന്നടി. കാണാനും മേല. എടുക്കാം, ഇച്ചിരി കഷ്ടപ്പെടുമോ? അയ്യോ എന്റെ കാല്. അമ്മമ്മ വന്ന്. ട്രാഫിക്. അയ്യാ അങ്ങനെ ചുങ്ക് കേറി ഇപ്പോഴേ കടയിൽ നിന്ന് തപ്പാൻ തുടങ്ങിയേട്ടാ. ലുലുമാൾ. ആയി അപ്പൻ കണ്ട കൊച്ചുമക്കളെ കണ്ടപ്പോ നമ്മളൊന്നും വേണ്ട, തിരിഞ്ഞോലും ആണ്. കൊച്ചുമക്കളെ കണ്ടപ്പോ നമ്മളൊന്നും അറിയത്തോലുമില്ല. അയ്യോ നീ എന്റെ അമ്മയാണോടി. ഞാൻ ചുങ്കു വന്ന വഴി മെഴുകേരി എടുത്ത്, കുഞ്ഞുമണി വന്ന വഴി ബിസ്ക്കറ്റ് എടുത്ത് തിരി എത്തിച്ചേച്ചുമ്പാ. അപ്പൊ ആദ്യമായിട്ട് വന്നു. അപ്പൊ കത്തിക്ക് വഴി വണ്ടിയൊക്കെ നോക്കി പോ. വണ്ടി വരുന്നു. കുഞ്ഞുമണി ശുഭം തിരി എത്തിക്കാൻ വരുന്നതാണ്. കുഞ്ഞുമണി ഫൈനലി എവിടെ? കുഞ്ഞുമി ചുങ്കു എവിടെയാ? അമ്മമ്മയുടെ അടുത്ത്. ഞങ്ങളുടെ വീടല്ല, ഞങ്ങള് വാടകയ്ക്ക് മാറിയുന്നേ. വീട്ടിൽ മെയിൻ്റെനൻസ് പണി കിടക്കണമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ അപ്പായിനെ അമ്മമ്മയെ കാണാൻ വന്നെന്ന്. അമ്മമ്മ കുറക്കപ്പിച്ച. കുഞ്ഞമ്മി ഇവിടെ വന്ന് എല്ലാം വലിച്ചു വാരി നിരത്തി. കുഞ്ഞമ്മി വന്ന് ഉടുപ്പ് മാറ്റി, ചുങ്കും വന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി. അത് തന്നെ, ചുങ്കൂന് അങ്ക മീമി മേടിച്ചു വെച്ചിട്ടുണ്ട്. മീമി എനിക്കറിഞ്ഞൂടാ. ഞങ്ങള് വേറെ വീട്ടിലാ. ഞാൻ കുളിക്കട്ടെ. എനിക്ക് മീനുണ്ട്. എല്ലാരും കുളിച്ച് സെറ്റായി ഭക്ഷണം കഴിക്കാൻ പോണ. അമ്മ എന്നാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ബർത്ത്ഡേ പ്രമാണിച്ച് കൊച്ചുമ്മന്റെ അമ്മയുടെ ഒക്കെ പായസം ദീപണ്ണൊക്കെ കിറുങ്ങിയിരിക്കുന്നു. കേക്കൊക്കെ മേടിച്ച് വെച്ചേക്കണു. ഹാപ്പി ബർത്ത്ഡേ ശുഗു അളിയൻ മമ്മി. എന്ത് വേണം? വാ കൊച്ചവിടെ. കുഞ്ഞിമി കേക്ക് വെച്ചമ്മ. കേക്ക് ഹാപ്പി ബർത്ത്ഡേ കേക്ക്. Happy birthday to you. Happy
ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും പേര് പറയാൻ ഡാഡിക്കും ഹാപ്പി ബർത്ത്ഡേ. അത് കഴിക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നു ഇവിടെ. ഇന്നത്തെ വീഡിയോ എടുപ്പൊക്കെ കണക്കാ. ഞാനായതുകൊണ്ട് അളിയൻ വന്നത് നന്നായി. കുഞ്ഞുമണി അവിടെ ഓൾറെഡി തന്നെ കഴിക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, നിങ്ങള് നമ്മളിതിനിടയ്ക്ക് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവർ നാട്ടിൽ ചെന്നു. മമ്മിയും എറണാകുളത്തോട്ടാണ് വായിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. കൊട്ടാരക്കരയ്ക്ക് പോകും. ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വന്നു. ഇപ്പം നമ്മുടെ ദീപു ചേട്ടനും ജോജോ ചേട്ടനും വരും. അപ്പം അന്നേരം ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് വൈകുന്നേരം ചെറിയ പരിപാടി. അപ്പം അതിന് ഞാൻ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി മമ്മിയും അഞ്ചുമൊക്കെ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം പിന്നെ നമുക്ക് വലിയ ക്ഷീണമില്ല. ഇനിയിപ്പം മീനൊന്ന് സെറ്റാക്കിയാൽ മതി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ദീപു ചേട്ടനൊക്കെ വന്ന് ദീപു ചേട്ടനും ജോജോ ചേട്ടനൊക്കെ വന്നിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മുടെ ജോജോ ചേട്ടൻ, ടിബിൻ, ദീപു ചേട്ടൻ, ചേട്ടൻ, ജോബിൻ എല്ലാവരും നമ്മുടെ ഇവിടെ ബർത്ത്ഡേക്ക് ഹാജരായിരിക്കുകയാണ്. എല്ലാവരും കുപ്പി കൊണ്ടുവന്നേക്കുന്നത്. കുപ്പിയോടെ കുപ്പി. അപ്പൊ ഞങ്ങൾ പരിപാടി തുടങ്ങട്ടെ. അപ്പം ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് വന്ന് സംഗമിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഞാൻ ഒരു സെൽഫി എടുക്കട്ടെ. ചേട്ടൻ ഇവിടെ ഞാനിവിടെ കഴിക്കാൻ പോകുന്നത് എന്നെ കൊണ്ട് മീൻ കിട്ടിയോ? ഇവിടെ ഒരാളെ മീൻകറി വെക്കാനായിട്ട് അവിടെ ഒരാള് ഇവിടെ കപ്പയും മീൻകറിയും വെക്കാൻ പോകുന്നത്. അല്ല, എനിക്കിത് ശീലമായി. കാരണം ഇപ്പൊ എന്നാ അറിയോ, ഈടെ ആയിട്ട് വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയാ, കിച്ചണിലേക്ക് കയറിക്കോളാൻ പോകും. ഞങ്ങള് കുക്കൊക്കെ ചെയ്ത് അതെ, ഒരു ഓളമായിട്ട് ഇവിടെ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്. കപ്പ. ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് രാവിലെ ദീപു ചേട്ടൻ പോവാണ്. ജോ ചേട്ടൻ രാവിലെ പോയി. അടിപൊളി ആഘോഷമായിരുന്നു. നേരത്തെ കിടന്നുറങ്ങി, 11:30 ആയപ്പോ കിടന്നുറങ്ങി. ഇവിടെ ഞങ്ങളെല്ലാരും നേരത്തെ കിടന്നുറങ്ങുന്നത്. ദീപു ചേട്ടൻ സാധാരണ ഞാനൊരു വെളുപ്പിന് 2 മണി വരെ ഇരിക്കാന്ന് ഓർത്ത് വന്നാ. നേരത്തെ എന്തേലും ആട്ടെ, രാവിലെ ഇരുന്നിട്ട് ഇടിയപ്പവും മട്ടനും അല്ലേ 5 ഉണ്ടാക്കി വെച്ചിട്ട് പോയ മറ്റേ പെപ്പർ ചിക്കൻ, അങ്ങനെ പല ഐറ്റംസ് കഴിച്ചു. കട്ടൻ ചായ കുടിച്ചു. പിരിയാൻ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിരിയാൻ പോകണം ഇനി അടുത്ത പരിപാടികളിലേക്ക്. അതെ. അപ്പോൾ അടിപൊളി എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.